ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പൊളിറ്റിയുടെ റിവിഷൻ സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഇനി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് എക്കണോമിക്സ് ആണ്. സോ ഇതാണ് എക്കണോമിക്സിൻ്റെ സിലബസ്. പൊളിറ്റി നമുക്ക് 8 മാർക്കിന് ഉണ്ടായിരുന്നു, എക്കണോമിക്സ് 5 മാർക്കിനേ ഉള്ളൂ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ എല്ലാ എക്സാമുകൾക്കും എക്കണോമിക്സിന് 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന് ഉണ്ടാവാറുമുണ്ട്. ഓക്കെ, സോ എക്കണോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ എക്കണോമിക്സിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. നമ്മൾ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ ഒരു കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ ഈ വർഷം തന്നെ നടന്ന ഒരു 10 എക്സാമുകളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എക്കണോമിക്സിന് ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഭാഗങ്ങൾ, ഒന്ന് പഞ്ചവത്സര പദ്ധതികൾ, അതേപോലെ നീതി ആയോഗ്, അതേപോലെ നമ്മുടെ ഹരിത വിപ്ലവം, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിലും ചോദ്യം വരുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള ഭാഗത്തും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ആയാലും LPG നമ്മുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, LPG റീഫോംസ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുമുണ്ട്. എന്നാൽ ചില ടോപ്പിക്കുകൾ എല്ലാ എക്സാമിലും കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡുമാണ്. ഇപ്പോൾ ഈ 25-ൽ നടന്ന ഒരുപാട് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും എടുത്ത് നോക്കാം. ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലെ ഏറ്റവും നല്ലൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റ് വരുന്ന ടോപ്പിക്സ് ഞങ്ങൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ നമ്മുടെ ആദ്യത്തെ ഭാഗം സെക്ടേഴ്സ് ഓഫ് എക്കണോമിയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ ഇവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാറുണ്ട്, ചിലവർ തെറ്റിപ്പോയി എന്നും പറയാറുണ്ട്. സോ നമുക്കിത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ മെയിനായിട്ട് നമ്മൾ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്, 3 സെക്ടേഴ്സായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്, ഇങ്ങനെ 3 സെക്ടേഴ്സുകളായി നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിന്റെ എക്കണോമിനെ 3ആയി തിരിച്ചിട്ടുണ്ട്, 3 മേഖലകളായിട്ട്. സോ ഇതിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ പ്രാഥമിക മേഖല എന്താ? പ്രാഥമിക മേഖല കൃഷി അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട സെക്ടർ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, അതാണ് എന്ത്? പ്രാഥമിക മേഖല. ഓക്കെ, അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ എല്ലാത്തിനെയും തുടക്കം കൃഷിയിൽ നിന്നല്ലേ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പ്രോസസ് ചെയ്തല്ലേ നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ കൃഷി എന്താ? ഒരു പ്രാഥമിക മേഖലയാണെന്ന് ഓർക്കുക. പ്രൈമറി സെക്ടറിന്റെ ഭാഗമാണ് കൃഷി. ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ കൃഷി. ഓക്കെ, സോ അത് പ്രാഥമിക മേഖലയാണെന്ന് ഓർക്കുക. അതേപോലെ പ്രാഥമിക മേഖലയുടെ പ്രവർത്തനം എന്താ? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അറിയാലോ, കൃഷിയെ നമ്മൾ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാ അതിന്റെ ഉദാഹരണങ്ങൾ? എന്തൊക്കെയാ? കൃഷി, മത്സ്യബന്ധനം, ഖനനം, അതേപോലെ വനം വകുപ്പ്, ഡയറി ഫാം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ, കൃഷി, അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറുകൾ, മത്സ്യബന്ധനം, ഖനനം, അങ്ങനെ നേരിട്ട് പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ സെക്ടറും എന്താണ്? പ്രാഥമിക മേഖലയാണെന്ന് ഓർത്തു വെക്കുക. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പ്രാഥമിക മേഖല. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖലയും പ്രാഥമിക മേഖലയാണ്. ഇതൊന്ന് ഓർത്തിരിക്കണേ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ ചെയ്യുന്നത് കൃഷിയിലാണ്. സോ പ്രാഥമിക മേഖലയാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് നൽകുന്ന മേഖല. ഓക്കെ, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് നൽകുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ GDP-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല പ്രാഥമിക മേഖലയല്ല. പ്രാഥമിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ മറ്റ് 2 മേഖലകളെ വെച്ച് വളരെ കുറവാണെന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സെക്ടർ ആണ് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്താ? നമ്മൾ കൃഷി ചെയ്തു, നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അത് എന്ത് ചെയ്യണം? അത് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യുന്ന എവിടെയാ? വ്യവസായശാലകളിലാണ്. സോ സെക്കൻഡറി സെക്ടറിന് നമ്മൾ പറയുന്ന മറ്റൊരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഓക്കെ, വ്യവസായ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഓക്കെ, ഇതെവിടെ പറഞ്ഞതിന്റെ പ്രവർത്തനം എന്താ? നമ്മൾ ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് എവിടെയാ? സെക്കൻഡറി സെക്ടറിലാണ്. ഓക്കെ, സെക്കൻഡറി സെക്ടർ നമ്മുടെ ഫാക്ടറികളിലും മറ്റും പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുന്നത് സെക്കൻഡറി സെക്ടറിലാണെന്ന് ഓർത്ത് വെക്കുക. സോ അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? കൺസ്ട്രക്ഷൻ, അതേപോലെ ഫാക്ടറികൾ, മാനുഫാക്ചറിങ് നടക്കുന്ന ഫാക്ടറികളെല്ലാം, ഇലക്ട്രിസിറ്റി ഉൽപാദനം, വൈദ്യുതി ഉൽപാദനം. ഓക്കെ, ഇതൊക്കെ എന്താ? സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന രീതി 3-4 സെക്ടേഴ്സിന്റെ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് സെക്ടർ ആണെന്ന് അറിയാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്ടറിനെ പറ്റി. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ പ്രൈമറി സെക്ടർ കഴിഞ്ഞു, സെക്കൻഡറി സെക്ടർ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടർ എന്താ? സേവന മേഖല, സർവീസ് സെക്ടർ ആണ് ടെർഷ്യറി സെക്ടർ. എന്തൊക്കെയാ നമുക്ക് എന്തൊക്കെ സർവീസ് കിട്ടാറുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ? ബാങ്കിങ്,
ഗതാഗതം, വിദ്യാഭ്യാസം, ആശുപത്രികൾ, IT, ട്രേഡ്, വ്യാപാരം, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സർവീസുകളല്ലേ? അതെ. അപ്പൊ ഇങ്ങനെയുള്ള സെക്ടേഴ്സ് ആണ് എന്ത്? ടെർഷറി സെക്ടർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ലോജിക്കായി ചിന്തിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി അത് പ്രോസസ്സ് ചെയ്യുന്ന എവിടെയാ? സെക്കൻഡറി സെക്ടറിൽ നമ്മളത് ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം? ഈ സാധനം സെയിൽ ചെയ്യണ്ടേ, ആൾക്കാരിലേക്ക് എത്തണ്ടേ? അതെവിടെയാ ചെയ്യുന്നത്? അതാണ് ടെർഷറി സെക്ടർ. ഓക്കെ. വ്യാപാരം, ആശുപത്രികൾ, വിദ്യാഭ്യാസം, നമുക്ക് കിട്ടുന്ന സർവീസുകളെല്ലാം IT സെക്ടർ, ഇതൊക്കെ എന്താ? ടെർഷറി സെക്ടർ. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ. ടെർഷറി സെക്ടറിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം പ്രൈമറി സെക്ടറിനേക്കാളും കുറവാണെങ്കിലും ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന മേഖല ടെർഷറി സെക്ടറാണ്. ഇത് ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല, എന്നാൽ ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷൻ വരുന്നത് ടെർഷറി സെക്ടറിലാണ്. ഓക്കെ. ടെർഷറി സെക്ടർ. ഓക്കെ. ഇത് മനസ്സിലായല്ലോ? പ്ലാനിംഗ് കമ്മീഷൻ അതേപോലെ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടുകൊണ്ട് വന്ന സാധനമാണ് നീതി ആയോഗ്. ഇത് PSCയുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാ എക്സാമിലും നീതി ആയോഗ് എന്ന പ്ലാനിംഗ് കമ്മീഷൻ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഈ വരാൻ പോകുന്ന BF എക്സാമിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. എന്താ പ്ലാനിംഗ് കമ്മീഷൻ? ഇന്ത്യയുടെ വികസനത്തിനായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്ന സംവിധാനമാണ് എന്ത്? പ്ലാനിംഗ് കമ്മീഷൻ. എന്താ പഞ്ചവത്സര പദ്ധതികൾ? അതായത് പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ആശയം നമ്മൾ കണ്ടെടുത്തത് USSR നിന്നാണ്. USSR അവിടെ സ്റ്റാലിൻ ആരംഭിച്ച പ്രോഗ്രാമാണ് പഞ്ചവത്സര പദ്ധതികൾ. അതായത് 5 വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെ വികസനം നടത്തണം, അല്ലെ ഏതൊക്കെ മേഖലയിലാണ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് മേഖലയിലാണ് കൂടുതൽ മണി ഫ്ലോ ഉണ്ടാവേണ്ടത്, ഇതൊക്കെ തീരുമാനിച്ച് ഒരു 5 വർഷത്തെ പ്ലാൻ മുൻകൂട്ടി ഉണ്ടാക്കി അതിനനുസരിച്ച് സ്റ്റേറ്റ്സിനും ആ പ്രോഗ്രാംസിനും വേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായല്ലോ? ഓക്കെ. ഇത് നിലവിൽ വന്നത് 1950-ലാണ്. 1950 മാർച്ച് 15. 50-ലാണ് നിലവിൽ വന്നതെന്ന് ഓർക്കുക. പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ആരംഭിക്കുന്നത് 51-ലാണ്. ഓക്കെ. സോ പ്ലാനിംഗ് കമ്മീഷൻ എന്താണെന്ന് മനസ്സിലായി, നിലവിൽ വന്ന വർഷം മനസ്സിലായി, ആശയം കടമെടുത്ത എവിടുന്ന? സ്റ്റാലിനല്ല, റഷ്യയിൽ നിന്ന്, USSR, പഴയ USSR നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തത്. ഓക്കെ. ഓക്കെ. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുക, ഇതിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അത് എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആണ്. ആരാണോ പ്രധാനമന്ത്രി അവരായിരിക്കും അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആദ്യത്തെ ചെയർമാൻ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാ? ഗുൽസാരിലാൽ നന്ദയാണ്. അത് നിങ്ങൾ ഓർത്തു വെക്കണം, ഉപാധ്യക്ഷനെയും ചോദിക്കാറുണ്ട്. ഓക്കെ. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഓക്കെ. അവസാനത്തെ ചെയർമാൻ ആരാ? നരേന്ദ്രമോദിയാണ്. കാരണം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോഴാണ് പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് നീതി ആയോഗിനെ കൊണ്ടുവരുന്നത്. സോ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണെന്ന് ഓർക്കുക. 2014 പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. 2014 പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇതൊരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ് മൊണ്ടേക് സിംഗിനെ പറ്റി. അതുകൊണ്ട് ആ ഡാറ്റ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് പഠിക്കണം. ആദ്യത്തെ ഉപാധ്യക്ഷനെയും പഠിക്കണം, അവസാനത്തെ ഉപാധ്യക്ഷനെയും പഠിക്കണം. ആദ്യത്തെ ആരാ? ഗുൽസാരിലാൽ നന്ദ. അവസാനത്തെ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ. മൊണ്ടേക് സിംഗ് അലുവാലിയ. നല്ല പേരാണല്ലോ, നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. ഓർത്തു വെച്ചേക്കണേ, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ. തിങ്ക് ടാങ്ക് എന്ന നീതി ആയോഗിനെ പറയുന്നത് എന്തുകൊണ്ടാണ്? നീതി ആയോഗ് ഒരു എക്സ്പേർട്ട് ബോഡിയാണ്. നമ്മുടെ ഡെവലപ്മെന്റിന് ആവശ്യമുള്ള നമുക്ക് ഏതൊക്കെ മേഖലയിൽ ഫോക്കസ് ചെയ്യണം, എവിടെയൊക്കെ നമുക്ക് ഫണ്ടിന്റെ കുറവുണ്ട്, ആവശ്യങ്ങളുണ്ട്, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് ഗവൺമെന്റിന് എക്സ്പേർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ഓക്കെ. അതുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ 2014-ലാണ് പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടത്. 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നു. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർമാൻ ആരാ? ഞാൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പറഞ്ഞു. അതുപോലെ തന്നെ നീതി ആയോഗിന്റെയും എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. ആരാണോ പ്രധാനമന്ത്രി അതായിരിക്കും എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പൊ നമ്മുടെ കറന്റ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. ഓക്കെ. ആദ്യ ഉപാധ്യക്ഷൻ ആരാ? അരവിന്ദ് പനഗിരിയ. ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ.
ഉപാധ്യക്ഷന്മാരെ ഓർത്തു വെക്കണം. പ്ലാനിംഗ് കമ്മീഷന്റെ ആയാലും നിങ്ങൾ ഓർത്തു വെക്കണേ. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇപ്പോഴുള്ള ഉപാധ്യക്ഷനെയും കൂടി പഠിച്ചേക്കുക. സുമൻ ബെറി, ശ്രീ സുമൻ ബെറിയാണ്. ഇത് കറണ്ട് അഫയർ പഠിച്ചിരിക്കുക. ഇതിപ്പോഴും ശ്രീ സുമൻ ബെറിയാണ്. അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അതേപോലെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സിന്ധുശ്രീ ഗുല്ലാർ. സിന്ധുശ്രീ ഗുല്ലാർ ആണ്. നീതി ആയോഗിന്റെ ഫസ്റ്റ് സിഇഒ ആരെന്ന് ചോദിച്ചാൽ സിന്ധുശ്രീ ഗുല്ലാർ. ഇപ്പോഴത്തെ സിഇഒനെ കൂടി പഠിച്ചു വെച്ചേക്കുക. BVR സുബ്രഹ്മണ്യം. ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചേക്കുക. ഇപ്പോഴത്തെ സിഇഒനെ പഠിച്ചു വെച്ചേക്കുക. ഉപാധ്യക്ഷനെ പഠിച്ചു വെച്ചേക്കുക. അതേപോലെ ആദ്യത്തേത്. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ സിഇഒ BVR സുബ്രഹ്മണ്യം. അതേപോലെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നേരത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ കേസിൽ ഞാനെന്ന് പറഞ്ഞു? ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ, അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ഇതിനെ മറന്നുപോയില്ലല്ലോ. ഓക്കെ. നീതി ആയോഗിന്റെ പ്രവർത്തന തത്വം കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന വാക്ക് നിങ്ങൾ എവിടെ കേട്ടാലും നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് നീതി ആയോഗാണ്. ഓക്കെ, അതായത് നമ്മുടെ സംസ്ഥാനങ്ങളെ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് കോമ്പറ്റീറ്റീവ് ഫെഡറലിസം ഒക്കെ കൊണ്ടുവരുന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഓക്കെ, എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുക, അതാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അങ്ങനെയുള്ളത് സഹകരണ ഫെഡറലിസം. ഓക്കെ. അതേപോലെ നീതി ആയോഗിന്റെ അപ്രോച്ച് ആണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് ഇതെന്താണെന്ന് ഞാൻ പറയാം. ബോട്ടം അപ്പ് അപ്രോച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നോക്കാം, ഞാൻ പറഞ്ഞു ബോട്ടം അപ്പ് അപ്രോച്ച്. എന്താ ബോട്ടം അപ്പ്? താഴെയിൽ നിന്ന് മുകളിലോട്ടാണ് ബോട്ടം അപ്പ് ആണ്. എന്താ? അതായത് ഗ്രാമങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ നയങ്ങൾ രൂപീകരിക്കുന്ന രീതിയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? അതായത് നമ്മുടെ ലോക്കൽ ബോഡീസിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് ഇനി എന്തൊക്കെയാണ് നീഡ്, ഇതൊക്കെ അവർ സർവേയിലൂടെ കണ്ടെത്തി അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് ദേശീയ തലത്തിൽ ഒരു പോളിസി ഉണ്ടാക്കും. അതാണ് നീതി ആയോഗിന്റെ രീതി. ഇതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ പഴയ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോളോ ചെയ്തത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇതെന്താ ടോപ്പ് ഡൗൺ അപ്രോച്ച് വെച്ചാൽ എന്താ? ഇതിന്റെ നേരെ വിപരീതം. അതായത് കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിൽ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് സംസ്ഥാനങ്ങളെല്ലാം എന്ത് ചെയ്യണം? അതനുസരിക്കണം. അല്ലെങ്കിൽ കേന്ദ്രമാണ് പോളിസി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ പോളിസികൾ നമ്മൾ എവിടെ സംസ്ഥാനങ്ങളിൽ ലോക്കൽ ബോഡീസിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആയിരുന്നു അവിടെ ചെയ്തിരുന്നത്. ഇവിടെ പ്ലാനിംഗ് കമ്മീഷനിൽ. എന്നാൽ നീതി ആയോഗ് എന്താ ചെയ്യുന്നത്? ഗ്രാമങ്ങളിലും സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലൊക്കെ പോയി അവരുടെ ആവശ്യങ്ങൾ എന്താണോ അവിടെ നിന്നൊക്കെ നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ നയങ്ങൾ ഉണ്ടാക്കുകയാണ് ആര് ചെയ്യുന്നത്? നീതി ആയോഗ് ചെയ്യുന്നത്. ഇതാണ് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നീതി ആയോഗ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, പ്ലാനിംഗ് കമ്മീഷൻ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. കോപ്പറേറ്റീവ് ഫെഡറലിസം ഞാൻ എന്താന്ന് പറഞ്ഞു? നീതി ആയോഗിന്റെ പ്രവർത്തന തത്വമാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അതായത് കേന്ദ്രത്തിനെയും സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന തത്വം. ഇവർ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ എൻഷുർ ചെയ്യുക. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഒരു കോപ്പറേഷൻ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന തത്വമാണിത്. ഓക്കെ, ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു യജമാനനാകാതെ എന്തായി പ്രവർത്തിക്കുന്നു? സഹായിയായി പ്രവർത്തിക്കുന്നു, ഫെസിലിറ്റേറ്റർ ആയി പ്രവർത്തിക്കുന്നു. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ചിന്റെ ഗുണം. ഓക്കെ, ഇവിടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയല്ല, അവരിൽ നിന്നും അവരെയും കൂടെ ചേർത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു തത്വമാണ് നീതി ആയോഗ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതിന്റെ ഡേറ്റ്സ്, അധ്യക്ഷന്മാർ, ഉപാധ്യക്ഷന്മാർ, ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതേപോലെ പ്രവർത്തന തത്വങ്ങളും ടോപ്പ് ഡൗൺ എന്താ, ബോട്ടം അപ്പ് അപ്രോച്ച് എന്താ, ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികളെ പറ്റിയാണ്. 5 ഇയർ പ്ലാൻസ് ഞാൻ പറഞ്ഞു ഇത് കടമെടുത്തിരിക്കുന്നത് USSR നിന്നാണ്. ജോസഫ് സ്റ്റാലിന്റെ പഞ്ചവത്സര പദ്ധതികൾ. ജോസഫ് സ്റ്റാലിനാണ് ലോകത്ത് പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് USSR-ൽ. ഓക്കെ, ഇന്ത്യയിൽ ഇത് ആരംഭിച്ചത് 1951-ലാണ്. 1950-ലാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ വന്നതെന്ന് ഞാൻ പറഞ്ഞു. 51-ൽ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിലും ആരംഭിച്ചു. ഓക്കെ, അത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് ആരാ? പ്ലാനിംഗ് കമ്മീഷനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അതേപോലെ ഈ പദ്ധതികൾക്ക്, ഈ പ്ലാനിങ്ങൾക്ക് അന്തിമ അനുമതി നൽകിയത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഇതും കൂടെ ഓർത്ത് വെക്കുക. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ആകെ എത്ര പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ചെയ്തു? 12 പഞ്ചവത്സര പദ്ധതികളാണ് നമുക്കുള്ളത്. 12 പഞ്ചവത്സര പദ്ധതികൾ.
ഓക്കെ, 2014 നമ്മളിത് അവസാനിപ്പിച്ചു, പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടു. ഓക്കെ, ഇനി നമ്മൾക്ക് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ കാര്യങ്ങളും നോക്കാം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ ആരംഭിക്കുന്ന 51 പറഞ്ഞു. അപ്പോൾ 51 to 56 ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ ലക്ഷ്യം എന്താ? കാർഷിക മേഖലയുടെ ഡെവലപ്മെന്റ് ആണ് ലക്ഷ്യം. കാർഷിക മേഖല ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം, മെയിൻ ലക്ഷ്യം അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് ആണ്. അഗ്രികൾച്ചർ, ഇറിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഇതിനെ നമ്മൾ ഹരോൾഡ് ഡോമർ മോഡൽ എന്നുകൂടി പറയും. ഇതും ചോദ്യത്തിൽ വരാറുണ്ട്. ഇതിനെ പറയുന്ന ഒരു മോഡൽ, മാതൃക, ഹരോൾഡ് ഡോമർ മോഡൽ എന്നതിനെ പറയാറുണ്ട്. ഓക്കെ, ഇതിന്റെ നേട്ടങ്ങൾ കൂടി ഒന്ന് നോക്കുക. വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചു. കൃഷിയും ഇറിഗേഷനും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജലസേചന പദ്ധതികൾ ഉണ്ടാക്കുമല്ലോ. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പോലുള്ള വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചു. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. അതേപോലെ UGC സ്ഥാപിതമായതൊക്കെ ഈ ഒരു സമയത്താണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, ഇതൊരു വിജയിച്ച പദ്ധതിയാണ്. നമ്മൾ ലക്ഷ്യമിട്ട വളർച്ചയിലേക്കാളും കൂടുതൽ നേടിയിട്ടുണ്ട്. ഓക്കെ, 56 വരെ. ഓക്കെ, അതിനുശേഷം രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ കൃഷിയും അലൈഡ് സെക്ടേഴ്സും അതേപോലെ തന്നെ ഇറിഗേഷൻ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തു. അപ്പൊ കൃഷിയും സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? ഇത് പ്രോസസ് ചെയ്യണം. നമുക്ക് ഇൻഡസ്ട്രികൾ വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഘനവ്യവസായം അഥവാ ഹെവി ഇൻഡസ്ട്രീസിനാണ് ഇത് പ്രാധാന്യം കൊടുത്തത്. ഇൻഡസ്ട്രികൾക്ക് പ്രാധാന്യം കൊടുത്തത്, വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തത് ഒരു പഞ്ചവത്സര പദ്ധതിയാണ്, രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇതിനെ നമ്മൾ PC മഹലനോബിസ് മോഡൽ എന്നുകൂടി പറയും. PC മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ആദ്യത്തെ എന്തായിരുന്നു? ഹരോൾഡ് ഡോമർ മോഡൽ. രണ്ടാമത്തത് PC മഹലനോബിസ് മോഡലാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി ഒരു നയമായി സ്വീകരിച്ചത് ഈ പദ്ധതിയിലാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഇരുമ്പുരുക്ക് ശാലകൾ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇരുമ്പുരുക്ക് ശാലകളും അതിന്റെ സ്ഥലവും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണെന്നും കൂടി ഓർത്തിരിക്കുക. ഭിലായ്, ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഇതിന്റെ ഓരോ അക്ഷരങ്ങൾ ഓർത്തിരുന്നാലും മതി. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ബീച്ച അങ്ങനെ കണക്ട് ചെയ്ത് ഏത് രാജ്യമാണെന്ന് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാലും മതി. കാരണം ഇത് ഓരോന്നും നമുക്ക് ചിലപ്പോൾ ഡൗട്ടായി പോകാൻ സാധ്യതയുണ്ട് പഠിക്കുമ്പോൾ. ഓക്കെ, ഭിലായ് ഛത്തീസ്ഗഡിലാണ് റഷ്യൻ സഹായത്തോടെ. അതേപോലെ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്, ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ്. റൂർക്കേല എവിടെയാ? ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ ആരംഭിച്ചതാണ്, ജർമ്മനിയുടെ സഹായത്തോടെ. ഓക്കെ, അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് നമ്മൾ ആരംഭിക്കുന്ന എപ്പോഴാണ്? 61 61 to 66. ഇത് പരാജയപ്പെട്ട പദ്ധതിയാണ്. കാരണം 1962 ഇന്ത്യ ചൈന വാർ വന്നു. 65 ഇന്ത്യ പാകിസ്ഥാൻ വാറുണ്ടായി, ക്ഷാമം ഉണ്ടായി. നമ്മുടെ സാമ്പത്തിക രംഗം പൂർണ്ണമായി തകർന്ന ഒരു സമയമാണിത്. ഓക്കെ, അതുകൊണ്ട് ഈ പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി ഫ്ലോപ്പ് ആയിരുന്നു, പരാജയപ്പെട്ട പദ്ധതിയാണ്. ഇത് ഗാഡ്ഗിൽ യോജന എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഗാഡ്ഗിൽ യോജന. ഓക്കെ, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഈ സമയത്താണ് ഉണ്ടാക്കിയത്. ബൊക്കാറോ ഇവിടെ ആരുടെ സഹായത്തോടെ ഉണ്ടാക്കിയത്? റഷ്യയുടെ സഹായത്തോടെയാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ഓക്കെ, റഷ്യയുടെ സഹായത്തോടെ ഉണ്ടാക്കി. സോ ഈ സമയത്ത് ഞാൻ പറഞ്ഞു, യുദ്ധം വന്നു, ക്ഷാമം ഉണ്ടായി, സാമ്പത്തിക രംഗം തകർന്നു, ഇന്ത്യക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായി. ഈ കാലയളവിലാണ് നമ്മൾ എന്ത് ആരംഭിക്കുന്നത്? ഹരിത വിപ്ലവം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ഈ കാലയളവിലാണെന്ന് ഓർക്കുക. ചില ബുക്കുകളിൽ പ്ലാൻ ഹോളിഡേയുടെ സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചിട്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷൻസിൽ ഏതാ ഉള്ളത് അത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 3 പഞ്ചവത്സര പദ്ധതികൾക്ക് ശേഷം ഒരു ഹോളിഡേ എടുത്തു കഴിഞ്ഞു, ഒരു പ്ലാൻ ഹോളിഡേ. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായില്ല, വാർഷിക പ്ലാനുകൾ ഉണ്ടായി. 3 വാർഷിക പദ്ധതികൾ 66 to 69 വരെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി. പ്ലാൻ ഹോളിഡേയുടെ വർഷം ഒന്ന് ഓർത്തിരിക്കുക, വർഷം. ഓക്കെ, അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഇനി വരുന്നുണ്ട് ഹരിത വിപ്ലവം. അതും എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. അടുത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം 69 to 74 ആണ്. 69 to 74. ബാങ്കുകളുടെ ദേശസാൽക്കരണം, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയി ഓർക്കേണ്ടത്. ബാങ്കുകളുടെ ദേശസാൽക്കരിക്കുക, അതായത് പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കുക. ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഈ കാലയളവിലാണ്. ISRO രൂപീകരിച്ചു 69. ഓക്കെ, അത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതേപോലെ ISRO എന്തായാലും നമുക്ക് പഠിക്കണം, വർഷം ഓർത്തിരിക്കുക, 1969
ഓക്കെ. അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം പൊക്രാൻ, ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ, 1974 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാൻ റേഞ്ചിൽ നടന്നു, പൊക്രാൻ മരുഭൂമിയിൽ നടന്നു. അതിന്റെ പേര് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. അതും നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തായിരുന്നു ഇത് നടന്നതെന്നും കൂടി ഓർത്തിരിക്കുക. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ധവള വിപ്ലവം കൂടി ആരംഭിച്ചു. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്ന ധവള വിപ്ലവം. ഓക്കെ. പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചതാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ പഞ്ചവത്സര പദ്ധതി ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മുടെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി 74 to 79. ഇതിന്റെ എപ്പോഴും ചോദ്യം വരുന്ന ഇതിന്റെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. ഓക്കെ, ഹിന്ദി വേർഡാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് വന്ന ഒരു പഞ്ചവത്സര പദ്ധതിയാണിത്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അതൊന്ന് ഓർത്തിരിക്കുക. ഈ വേർഡ് വെച്ചാണ് ഇവിടെ എപ്പോഴും ചോദ്യം കണ്ടിട്ടുള്ളത്. ഈ ഒരു പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു വെച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഓർക്കുക. ഇതിന്റെ പ്രധാന ലക്ഷ്യം ദരിദ്ര നിർമ്മാർജ്ജനമാണ്. അതിന്റെ പേര് എങ്ങനെയാ? മുദ്രാവാക്യം അതാണല്ലോ. ഓക്കെ, പോവർട്ടി എറാഡിക്കേഷൻ ആണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് DP ധർ ആണ്. DP ധർ. അതേപോലെ ഇതിന്റെ പ്രത്യേകതയാണ് 20 ദിന പരിപാടികൾ. 20 പോയിന്റ് പ്രോഗ്രാംസ് ഈ സമയത്താണ് ആരംഭിച്ചത്. 1975 20 പോയിന്റ് പ്രോഗ്രാംസ്. കാലാവധി പൂർത്തിയാക്കും മുമ്പേ 4 വർഷം കൊണ്ട് പിരിച്ചുവിട്ട പദ്ധതിയാണിത്. കാരണം ആ സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആയിരുന്നു. നമ്മുടെ അടിയന്തരാവസ്ഥയൊക്കെ നടന്ന സമയമായിരുന്നു. പിന്നീട് വന്ന മൊറാർജി ദേശായി സർക്കാർ 1978 ഇത് നിർത്തിവെച്ചു. ഓക്കെ, കാലാവധി പൂർത്തിയായില്ല. ഓക്കെ, ഇതിൽ ഗരീബി ഹട്ടാവോ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതേപോലെ 20 പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് വന്നതാണ്. അതും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ പ്രധാന ലക്ഷ്യം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി വികസനമാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനെ അറിയപ്പെടുന്നത് റാവു മൻമോഹൻ മോഡൽ എന്നാണ്. റാവു മൻമോഹൻ മോഡൽ. മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ആ സമയത്ത് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഒന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഇത് അങ്ങനെ പറയുന്നത്, റാവു മൻമോഹൻ മോഡൽ. ഓക്കെ. പ്രധാന സംഭവങ്ങൾ എന്തായിരുന്നു ആ സമയത്ത്? ഇന്ത്യ, അതായത് നമ്മുടെ എക്കണോമിക്ക് വലിയൊരു മാറ്റം വന്നൊരു സമയമായിരുന്നു. LPG റീഫോംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് നടന്ന ഒരു സമയമാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി. ഇന്ത്യയിൽ ഉച്ചഭക്ഷണ പദ്ധതി, മിഡ് ഡേ മീൽ സ്കീം ആരംഭിച്ചു. ഇന്ത്യൻ മഹിളാ ബാങ്ക് ആരംഭിച്ചു. ഇതൊക്കെ ഈ സമയത്തെ പ്രധാന സംഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പദ്ധതികളിൽ ഒന്നാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, റാവു മൻമോഹൻ മോഡൽ എന്ന് ഓർത്തിരിക്കുക. LPG റിഫോംസിന്റെ സമയത്ത് നടന്ന പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. 9ാം പഞ്ചവത്സര പദ്ധതി എന്താ? 9ാമത്തെ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. നീതിയോടും സമത്വത്തോടും കൂടിയ വളർച്ച. ഇതായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഒന്ന്, ഈ സമയത്തായിരുന്നു ഇന്ത്യ 2ാം ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തി ഇന്ത്യ നടത്തിയത്. വീണ്ടും പൊക്രാൻ റേഞ്ചിൽ ഇന്ത്യ ഒരു പ്രാവശ്യം കൂടി AB വാജ്പേയിയുടെ സമയത്ത് ആണവ പരീക്ഷണം നടത്തി. ഇന്ത്യ ഒരു പൂർണ്ണ ആണവ രാജ്യമാണെന്ന് നമ്മൾ തെളിയിച്ച സമയമായിരുന്നു ഇത്. പൊക്രാൻ 2 നടന്നത് ഈ സമയത്താണെന്ന് ഓർക്കുക. അതേപോലെ 99 എന്തായി? കാർഗിൽ യുദ്ധവും നടന്നിട്ടുണ്ട്. കാർഗിൽ യുദ്ധം. ഓക്കെ, ഇതൊക്കെ ഈ സമയത്ത് നടന്നതാണെന്ന് ഓർക്കുക. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ചോദിക്കുന്നതാണ് കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. നോക്കാം. 11ഉം 12ഉം തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം നിങ്ങൾ ഇതിനെ നോക്കുക. ഇവിടെ ഇതിന്റെ ഇംഗ്ലീഷ് നോക്കുക. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഈ സസ്റ്റൈനബിൾ എന്ന വാക്ക് ലക്ഷ്യമായി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? 12ാം പഞ്ചവത്സര പദ്ധതി ആയിരിക്കും എന്ന് ഓർക്കുക. ഇവിടെ സസ്റ്റൈനബിൾ എന്ന് പറയുന്നില്ല, ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഗ്രോത്ത്, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേഗത്തിലുള്ള വളർച്ച. ഇതായിരുന്നു 11ന്റെ ലക്ഷ്യം. എന്നാൽ സസ്റ്റൈനബിൾ, ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് 12ന്റെ ലക്ഷ്യം. ഓക്കെ, ഇത് തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ്. സസ്റ്റൈനബിൾ എന്ന് കണ്ടാൽ നിങ്ങൾ 12ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകണം. ഓക്കെ, അതേപോലെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പുള്ളി
ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതേപോലെ നമ്മുടെ ആധാർ പ്രൊജക്ട് ആരംഭിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓർക്കുക. ആധാർ പ്രൊജക്ട് ആരംഭിച്ചത്. ഓക്കെ. അതേപോലെ 12ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത്? നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. മൊത്തം 12 പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പാക്കിയത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. 12ആണ് നമ്മുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. കാലാവധി തീരുന്നതിന് മുമ്പേ തന്നെ 2014 പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടു. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗ്രീൻ റവല്യൂഷൻ എന്താ? ഹരിത വിപ്ലവം. ഓക്കെ. ഹരിത വിപ്ലവത്തിന്റെ പിതാവാര ആഗോളതലത്തിൽ? നോർമൻ ബോർലാഗ്. അത് ഓർത്ത് വെക്കണേ. ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്, നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്. ആഗോള ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പോൾ ആഗോളം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവിനെ പഠിക്കണം. ആരാ? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഓക്കെ. അപ്പൊ 2 പിതാക്കന്മാർ പഠിച്ചല്ലോ. ആഗോളതലത്തിനും പഠിച്ചു, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവിനെയും പഠിച്ചു. ഓക്കെ. അതേപോലെ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം എസ് ഗൗഡ്. ഇതൊക്കെ നമ്മുടെ SCERT ടെസ്റ്റുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം വരാറുമുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച കാലഘട്ടം 1996 to 67. അതായത് 3ാം പഞ്ചവത്സര പദ്ധതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആരംഭിച്ചത്. അതിന്റെ അവസാനത്തോടെ എന്ത് വന്നു? പ്ലാൻ ഹോളിഡേയ്സ് വന്നു. 3 വർഷം വാർഷിക പദ്ധതികളാണ് പിന്നെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇത് ആരംഭിച്ചതെന്ന് ഓർക്കുക. കാലഘട്ടം ഓർത്തിരിക്കുക. 66-67 കാലഘട്ടത്തിലാണ് ഓർത്തിരിക്കുക. അതേ ഈ പദ്ധതി നമ്മൾ ആരംഭിക്കുന്ന സമയത്തെ ഇന്ത്യൻ കൃഷിമന്ത്രിനെ കൂടി ഒന്ന് ഓർത്തിരിക്കുക. സി സുബ്രഹ്മണ്യമാണ് ഈ സമയത്തെ കൃഷിമന്ത്രി. ഓക്കെ. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ആ സമയത്ത് ഇന്ത്യയിൽ പട്ടിണിയും പ്രശ്നങ്ങളുമായിരുന്നു. ഫുഡിന് വളരെയധികം ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ആയിരുന്നു നമ്മൾ ആ സമയത്ത് ആശ്രയിച്ചിരുന്നത്. ഓക്കെ. സോ അതിൽ നിന്ന് മാറി നമ്മൾക്ക് അഥവാ ഇന്ത്യക്ക് സ്വയം പര്യാപ്തതയിൽ എത്താൻ വേണ്ടി ആരംഭിച്ചതാണ് എന്ത്? ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇന്ത്യനെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടിയാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. അപ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം എന്താ എന്ന് ഓർത്തിരിക്കാം. ഓക്കെ. നെക്സ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച മാർഗങ്ങൾ എന്താ? HYV സീഡ്സ് അഥവാ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ പല രാജ്യത്തു നിന്നും, മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഓക്കെ. മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. യന്ത്രവൽക്കരണം, ട്രാക്ടർ, ഹാർവെസ്റ്ററുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്തു ആ സമയത്ത്. ഹരിത വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഗോതമ്പ് കൃഷിക്കാണ്. രണ്ടാമത് നെല്ല്. അപ്പൊ ഗോതമ്പ്, നെല്ല് എന്നീ കൃഷികൾക്കാണ് ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് എന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം മനസ്സിലായല്ലോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് മനസ്സിലായി, ലക്ഷ്യം മനസ്സിലായി, ഹരിത വിപ്ലവം കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിച്ച മാർഗങ്ങളും ഇവിടെ പറഞ്ഞു. ഓക്കെ. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെയല്ല ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. ഓക്കെ. ജലസേചന സൗകര്യം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ആദ്യം പരീക്ഷിച്ചത്. എവിടെ? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ഭാഗങ്ങളിലാണ് ഇത് ആദ്യം പരീക്ഷിച്ചത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ടായത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഇന്ത്യയിൽ കൂടി. പഞ്ചാബൊക്കെ എന്തായി? ഇന്ത്യയുടെ ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ വളരെയധികം മുന്നിലെത്തിയ സമയമായിരുന്നു അത്. ഓക്കെ. അപ്പോൾ ഹരിത വിപ്ലവം, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, സെക്ടേഴ്സ് ഓഫ് എക്കണോമി, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് പുതിയ സാമ്പത്തിക നയം 1991. ഞാൻ നേരത്തെ 8ാമത്തെ പഞ്ചവത്സര പദ്ധതി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ എക്കണോമിക് പോളിസി 1991. ഓക്കെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് 1991 പുത്തൻ സാമ്പത്തിക നയം. ഇതെന്തറിയപ്പെടുന്നു? റാവു മൻമോഹൻ മോഡൽ. ഓക്കെ. ഞാൻ നേരത്തെ പഞ്ചവത്സര പദ്ധതി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാവു മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ എന്ത് പറയുന്നു? LPG റീഫോംസ് എന്ന് പറയുന്നു. LPG നമ്മൾ വീട്ടിൽ വാങ്ങുന്ന LPG അല്ലേ? LPG റീഫോംസ്. LPG റീഫോംസ് എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നിങ്ങൾ പല പ്രസംഗങ്ങളൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവില്ലേ പലരുടെയും? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉദാരവൽക്കരണം കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അതായത് 1991 ഇന്ത്യ വളരെ വലിയൊരു എക്കണോമിക് ക്രൈസിസിലോട്ട് ഇന്ത്യ പോയി. ഇന്ത്യയുടെ ഫോറക്സ് കുറഞ്ഞു, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ കുറഞ്ഞു. വളരെ വലിയൊരു എക്കണോമിക്
ക്രൈസിസിലോട്ട് ഇന്ത്യ പോയപ്പോൾ ഇന്ത്യയിലെ ആ സമയത്തെ ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ആ സമയത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ച ഒരാളെന്ന് പറയുന്നത്. സോ ആ സമയത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു? LPG റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. LPG റിഫോംസ്. ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിച്ചു? അതായത് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കുറച്ചു പല കാര്യങ്ങളിലും. അതായത് ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. ഒരുപാട് പേപ്പർ വർക്ക്സുകളും കാര്യങ്ങളും, ഇതിന്റെ ലൈസൻസ് ഒന്ന് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണണം, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഇന്ത്യയിൽ പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് വരില്ല, ഇൻവെസ്റ്റ്മെന്റ് വരില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഓക്കെ, അത് ഒഴിവാക്കാനായി ലൈസൻസ് രാജ് അതങ്ങ് അവസാനിപ്പിച്ചു ആ സമയത്ത്. ഓക്കെ, അതായത് കൂടുതൽ ലിബറലൈസ്ഡ് ആക്കി എക്കണോമിയെ. കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാനും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനും ഇന്ത്യയിൽ പറ്റുന്ന രീതിയിലോട്ട് ലിബറലൈസേഷൻ അവതരിപ്പിച്ചു. ഓക്കെ, നേരത്തെ LPG പറഞ്ഞ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ലൈസൻസ് രാജ്യങ്ങൾ അവസാനിപ്പിച്ചു. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? പ്രൈവറ്റൈസേഷൻ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഗവൺമെന്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആ സമയത്ത്. എല്ലാ കമ്പനികളും നടന്നത് ഗവൺമെന്റ് ആണ്, എല്ലാത്തിലും ഓണർഷിപ്പ് ഗവൺമെന്റിനാണ്. അതെന്ത് ചെയ്തു? അത് ഗവൺമെന്റ് കുറച്ചു, ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു. ഗവൺമെന്റിന്റെ ഓഹരികൾ ഗവൺമെന്റ് വിറ്റു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. സ്വകാര്യ മേഖലകളുടെ പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. പ്രൈവറ്റൈസ് ചെയ്തു കുറെ മേഖലകൾ എഫിഷ്യൻസി കൂട്ടാനായിട്ട്. ഓക്കെ, അതായത് സർക്കാരിന് മാത്രം സംവരണം ചെയ്ത പല മേഖലകൾ, ടെലികോം, വൈദ്യുതി, ബാങ്കിങ്, ഇതെല്ലാം ആ സമയം വരെ സർക്കാരിന് മാത്രമേ ഇതിലൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയം വരെ. അതൊക്കെ എന്ത് ചെയ്തു? പ്രൈവറ്റൈസ് ചെയ്തു. പ്രൈവറ്റ് മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തു. ഓക്കെ, അതേപോലെ ഗ്ലോബലൈസേഷൻ പറഞ്ഞു. എന്താ ഗ്ലോബലൈസേഷൻ? എന്താ? ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതായത് വിദേശ നിക്ഷേപം അനുവദിച്ചു. വിദേശ രാജ്യങ്ങൾക്കും വിദേശ കമ്പനികൾക്കും ഇന്ത്യയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകി. അതുകൊണ്ട് എന്തുണ്ടായി? ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. വിദേശ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇറക്കുമതി തീരുവ കുറച്ചു. ഇന്ത്യയിലോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന തീരുവ ഇന്ത്യ കുറച്ചു. വേറെ എന്തുകൂടി ചെയ്തു? രൂപയുടെ മൂല്യവും കുറച്ചു. ഇത് ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ ഡൗട്ട് വരാം. രൂപയുടെ മൂല്യം നമ്മൾ കുറക്കുമോ അതോ നമുക്ക് മോശമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിലോട്ട് വരുന്നു. പുള്ളിയുടെ കയ്യിൽ $1 ഉണ്ടെന്ന് വിചാരിക്കുക. $1 ഇവിടെ 50 രൂപയാണെന്ന് വിചാരിക്കുക ആ സമയത്ത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും? 50 രൂപയുടെ സാധനങ്ങളാണ് പുള്ളിക്ക് $1 വെച്ച് ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പറ്റുക. നമ്മൾ രൂപയുടെ മൂല്യം കുറച്ചു. അതായത് $1 ഇപ്പൊ 100 രൂപയാണെന്ന് വിചാരിക്കുക. മൂല്യം നമ്മളങ്ങ് കുറച്ചു. ഇപ്പൊ പുള്ളിക്ക് എന്ത് ചെയ്യാം? ആ $1 വെച്ച് എന്ത് വാങ്ങാം? 100 രൂപയുടെ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാം. അതിനർത്ഥം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ വിദേശികൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്താവും? നമ്മുടെ കയറ്റുമതി വർദ്ധിക്കും. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് അവിടെ റുപ്പീന്റെ മൂല്യം കുറച്ചത്, ഡീവാലുവേഷൻ ഓഫ് റുപ്പി ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് LPG റിഫോംസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. എല്ലാവർക്കും അറിയാലോ, ബാങ്കുകളുടെ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, അതാണ് കേന്ദ്ര ബാങ്ക്. നമ്മുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്ഥാപിക്കപ്പെട്ടത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ 1-നാണ്, അതായത് ബ്രിട്ടീഷുകാർക്കുള്ള സമയം. ഓക്കെ, ഇതിന് ശുപാർശ ചെയ്ത കമ്മീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് ഇന്ത്യക്ക് ഒരു റിസർവ് ബാങ്ക് വേണം അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് വേണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ബ്രിട്ടീഷുകാരൊക്കെ പോയി കഴിഞ്ഞ് 1949 ഇത് റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചു. ആ ഡേറ്റ് ഓർത്തിരിക്കണേ. 1949 ജനുവരി 1-ന് റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചു. ഓക്കെ, 1949 ജനുവരി 1. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ലോഗോ പാം ട്രീ, പനയും കടുവയും ആണ്. ഓക്കെ, റിസർവ് ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഈ കമ്മീഷനും ചോദ്യത്തിൽ വരാറുണ്ട്. സ്ഥാപിക്കപ്പെട്ട വർഷം, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. റിസർവ് ബാങ്കിന്റെ കുറച്ച് കടമകൾ നമുക്ക് നോക്കാം. അവരുടെ ഫങ്ഷൻസ് എന്താ? കറൻസി നോട്ട് അച്ചടിച്ചിറക്കുക. ആരാ നോട്ട് അച്ചടിക്കുന്നത്? റിസർവ് ബാങ്ക് ആണ്. എന്തൊഴികെ? ₹1 നോട്ട് ഒഴികെ. ₹1 നോട്ട് റിസർവ് ബാങ്ക് അല്ല അടിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക.
₹1 നോട്ട് ഒഴികെ ബാക്കി എല്ലാം അടിച്ചിറക്കുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർക്കുക. അതേപോലെ മോണിറ്ററി പോളിസി, ഇന്ത്യയുടെ പണനയം നിയന്ത്രിക്കുന്നത് ആരാ? റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ആണെന്ന് പറഞ്ഞു. സർക്കാരിന്റെ ബാങ്ക്, ബാങ്കർ ടു ദ ഗവൺമെന്റ്, റിസർവ് ബാങ്ക് ആണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയ വിനിമയത്തിന്റെ കാവൽക്കാരൻ, അതും ആരാണ്? RBI ആണ്. RBIയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരാ? CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആണ് ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ RBIയുടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ ശേഷം RBI ഗവർണറായ വ്യക്തി ആരാ? മൻമോഹൻ സിംഗ് ആണ്. ഞാനിത് പറഞ്ഞു. മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്. അതിനു മുമ്പേ അദ്ദേഹം എന്തായിരുന്നു? RBI ഗവർണർ ആയിരുന്നേ. RBI ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതേപോലെ ഒരു പോയിന്റ് കൂടി നോക്കാം. ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്ന ആരാ? ധനകാര്യ സെക്രട്ടറിയാണ്. ധനകാര്യ സെക്രട്ടറി. കാരണം എന്താ? ഈ ₹1 നോട്ട് ഇവിടെ പറഞ്ഞു RBI അല്ല അച്ചടിച്ചിറക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ് ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത്. ബാക്കി എല്ലാത്തിലും RBIയുടെ ഗവർണറെ ഒപ്പുവെക്കുക. ബാക്കി എല്ലാ കറൻസി അടിക്കുന്നത് RBI ആണ്. അതുകൊണ്ട് അതിൽ RBI ഗവർണർ ആയിരിക്കും ഒപ്പുവെക്കുക. എന്നാൽ നമ്മുടെ ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ഈ പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ. അതേപോലെ RBIയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓക്കെ, RBI കഴിഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് ആരാ? SBI. SBI നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. പലർക്കും അതിൽ അക്കൗണ്ട് ഉണ്ടാവാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് SBI ആണ്. SBI. ഓക്കെ, ഇവിടെ 1806, 40, 43 വർഷങ്ങളിൽ സ്ഥാപിച്ച ബാങ്ക് ഓഫ് കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവ ലയിച്ച് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതാണ് RBIയുടെ പഴയ പേര്. RBIയുടെ പഴയ പേരെന്ന് പറയുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തു വെക്കുക. അതായത് ബോംബെ, മദ്രാസ്, കൊൽക്കത്ത പ്രസിഡൻസികളിൽ ഉണ്ടായിരുന്ന ബാങ്കുകളെ ഒന്നിച്ച് ലയിപ്പിച്ച് 1921 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു ആ സമയത്ത്. ഓക്കെ, അതാണ് SBIയുടെ മുൻഗാമി. അപ്പോൾ SBIയുടെ പഴയ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഓർക്കുക. ഇമ്പീരിയൽ ബാങ്കിനെ പേര് മാറ്റിയാണ് എന്തായി ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കിയത്. ഓക്കെ, SBI നിലവിൽ വന്നത് 1955 ജൂലൈ 1. 1955 ജൂലൈ 1. RBIനെ ദേശസാൽക്കരിച്ചത് 1949 ആണ്. വർഷങ്ങൾ ഓർത്തു വെക്കണേ, മറന്നുപോകാൻ പാടില്ല. അതേപോലെ SBIയുടെ ശുപാർശ ചെയ്ത കമ്മിറ്റി AD ഗോർവാല കമ്മിറ്റി. AD ഗോർവാല ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ചോദ്യം വരാം, പഠിച്ചിരുന്നു. AD ഗോർവാല കമ്മിറ്റി. RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. SBIയുടെ ആസ്ഥാനവും മുംബൈ ആണ്. മുംബൈ. ഇപ്പോഴത്തെ ചെയർമാൻ CS ഷെട്ടി. ഓക്കെ, CS ഷെട്ടിയാണ് ഇപ്പോഴത്തെ SBI ചെയർമാൻ. കേരളത്തിലെ ആദ്യത്തെ ATM സ്ഥാപിച്ച ബാങ്ക് SBIയുടെ ആണ്. തിരുവനന്തപുരത്താണ് ആദ്യത്തെ ATM കേരളത്തിൽ സ്ഥാപിച്ചതെന്ന് ഓർത്തിരിക്കുക. SBIയുടെ ടാഗ് ലൈൻ ആണ് ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ. ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ. ഓക്കെ, ബാങ്കർ ടു എവരി ഇന്ത്യൻ. സോ RBI SBIയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട 2 ബാങ്കുകളാണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, RBIയുടെ ഇപ്പോഴത്തെ ഗവർണറിന്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. സഞ്ജയ് മൽഹോത്രയാണ്. കറണ്ട് അഫെയർ ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. സഞ്ജയ് മൽഹോത്ര. ഓക്കെ, അപ്പോൾ സഞ്ജയ് മൽഹോത്രയ്ക്ക് മുമ്പ് ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നേ. ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. SBIയുടെ CS ഷെട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നബാർഡ്. കാർഷിക ഗ്രാമ വികസനത്തിനായുള്ള ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് നബാർഡ്. ഓക്കെ, നബാർഡ് നിലവിൽ വന്നത് 1982 1982. നബാർഡിനെ ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡിനെ ശുപാർശ ചെയ്തത്. ശിവരാമൻ കമ്മിറ്റി. അതേപോലെ 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നബാർഡ് വന്നതെന്ന് കൂടെ ഒന്ന് ഓർത്തിരിക്കണം. നബാർഡ് പഠിക്കുമ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാ? മുംബൈയിലാണ്. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഓക്കെ, നബാർഡ് നേരിട്ട്
വായ്പ നൽകാറില്ല. എന്താ ചെയ്യുന്നത്? നബാർഡിൽ നമ്മൾ നേരിട്ട് പോയല്ല ലോൺ എടുക്കുന്നത്. പകരം നമ്മുടെ ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും ഒക്കെ നബാർഡ് ലോൺ കൊടുക്കും. അവർ എന്ത് ചെയ്യും? സാധാരണക്കാരിലേക്ക് ഈ ലോൺ എത്തിക്കും. അതായത് നബാർഡ് ഒരു റീഫിനാൻസിങ് ഏജൻസിയാണ്. റീഫിനാൻസ് ആണ്. നബാർഡ് നേരിട്ട് കൊടുക്കില്ല. നബാർഡ് ബാങ്കുകൾക്ക് കൊടുക്കും. ബാങ്കുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കും. ഓക്കെ. നെക്സ്റ്റ് നബാർഡിന്റെ ചെയർമാൻ ഇപ്പോഴത്തെ ഷാജി കെ വി ആണ് നബാർഡിന്റെ ചെയർമാൻ. അതും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു സാധനമാണ് GST, ഗുഡ് സർവീസ് ടാക്സ്. GST പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് GST എത്രാമത്തെ ഭേദഗതിയാണ്? 101ാമത്തെ ഭേദഗതിയാണ്. 101st അമെൻമെന്റ് GST ആയിരുന്നു, ഗുഡ് സർവീസ് ടാക്സ്. ഓക്കെ. 101ാമത്തെ ഭേദഗതിയും 122ാമത്തെ ബില്ലും. ഓക്കെ. GSTയുടെ മോട്ടോ എന്താ? വൺ നാഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ഒരു രാജ്യം, ഒരു ടാക്സ്, ഒരു മാർക്കറ്റ്. ഇന്ത്യ മുഴുവൻ ഒരു മാർക്കറ്റായി കാണുന്നതാണ് GST. GSTക്ക് മുമ്പ് എന്തായിരുന്നു? ഓരോ സ്റ്റേറ്റിനും അതിന് ഇഷ്ടമുള്ള ടാക്സ് വെക്കായിരുന്നു. പല സ്റ്റേറ്റിലും ടാക്സ് ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പല സംസ്ഥാനങ്ങളിലും പല പല ടാക്സുകൾ നമ്മൾ കൊടുക്കേണ്ടി വന്നു. ഇതിനെ മുഴുവൻ ഏകീകരിച്ചത് എപ്പോഴാണ്? GST വന്നപ്പോഴാണ്. ഓക്കെ. ഇന്ത്യ മുഴുവൻ ഒരു മാർക്കറ്റ് ആക്കുക, അതാണ് GSTയുടെ ലക്ഷ്യം. വൺ നാഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ഓക്കെ. GST പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. ഓക്കെ. ശുപാർശ ചെയ്ത കമ്മിറ്റി വിജയ് കേൽക്കർ കമ്മിറ്റിയാണ് GST ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓക്കെ. 3 തരം GST ആണുള്ളത്. 3 തരം GST എന്തൊക്കെയാ? സെൻട്രൽ GST ഉണ്ട്. സെൻട്രൽ GST എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് ലഭിക്കുന്ന നികുതികളാണ്. അതേപോലെ സ്റ്റേറ്റ് GST, സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതികളുണ്ട്. ഇതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് GST കൂടി ഉണ്ട്, IGST. IGST എന്താ? അതായത് നമ്മുടെ അന്തർ സംസ്ഥാന വ്യാപാരങ്ങളിൽ ചുമത്തുന്ന നികുതിയാണ് IGST. ഇതെന്ത് ചെയ്യും? സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഒരേപോലെ പങ്കിട്ടെടുക്കും. ഓക്കെ. അപ്പോൾ 3 തരം GST ആണുള്ളതെന്ന് മനസ്സിലായല്ലോ. സെൻട്രൽ, സ്റ്റേറ്റ്, ഇന്റഗ്രേറ്റഡ് GST. ഓക്കെ. അതേപോലെ GSTയുടെ സ്ലാബ് 5%, 18%, 40%. ഇങ്ങനെ 3 സ്ലാബുകളാണ് ഇപ്പോൾ ഉള്ളത്. GST സ്ലാബ് ഇപ്പോൾ റീസെന്റ് ഗവൺമെന്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് GST സ്ലാബ് പഠിച്ചിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അലോങ് വിത്ത് സീറോ സ്ലാബ് ഫോർ എസെൻഷ്യൽ ഐറ്റംസിന്റെ GST 0 ആക്കിയും ഗവൺമെന്റ് മാറ്റി. പല സാധനങ്ങൾക്ക് ഇപ്പോൾ വില കുറഞ്ഞല്ലോ, റീസെന്റ് ആയിട്ട് GSTയുടെ ഇത് കുറഞ്ഞപ്പോൾ. ഓക്കെ. ഇനി നമുക്ക് എക്കണോമിയിൽ നിന്ന് വന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മൾ എക്സാം ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്കത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന കാര്യത്തിൽ ഡൗട്ട് വരാം. ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കും. അത് എക്സാമിന് നമുക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം ഈ ക്ലാസ്സിൽ. ശ്രദ്ധിക്കാം. വരുമാന വിതരണത്തിൽ പുരോഗതി ഇല്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വരുമാനത്തിൽ പുരോഗതി ഇല്ല, വരുമാനത്തിന്റെ വിതരണത്തിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ പുരോഗതി ഇല്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ യാതൊരു പുരോഗതി ഇല്ല. എന്ന് വെച്ചാൽ പണമുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ റിച്ച് എന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ റിച്ചായി, അവർക്ക് കൂടുതൽ പണം ലഭിച്ചു. ഈ പണം എന്താവുന്നില്ല, കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല. പാവങ്ങളിലേക്കും എല്ലാവരിലേക്കും കൃത്യമായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കിയേ. മൊത്തത്തിലുള്ള ക്ഷേമത്തിലെ വർധനവ്, ദാരിദ്ര്യം കുറയ്ക്കുന്നു, ക്ഷേമത്തിൽ ഒരു സ്വാധീനവുമില്ല, വരുമാന അസമത്വം വർദ്ധിക്കുന്നു. എന്താ ഉത്തരം? വരുമാന അസമത്വം വർദ്ധിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചേ? അതായത് പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നുണ്ട്, ആവറേജ് വരുമാനം വർദ്ധിക്കുന്നുണ്ട്, എന്നാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ യാതൊരു പുരോഗതിയില്ല. പാവപ്പെട്ടവനെ തന്നെ ഇരിക്കുന്നു, പണക്കാരുടെ ഇടയിൽ കൂടുതൽ പണം വർദ്ധിക്കുന്നു, ഇത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ചോദ്യം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ക്യാഷ് റിസർവ് അനുപാതം CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? CRR എന്താണെന്ന് നിങ്ങൾക്കറിയോ? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ബാങ്കുകൾ
അവരുടെ ഡെപ്പോസിറ്റിന്റെ ഇത്ര ശതമാനം RBIയിൽ ഒരു 2-3% മാറിക്കൊണ്ടിരിക്കും, RBIയിൽ നിക്ഷേപിക്കണം. ഈ ഒരു റിസർവിനെയാണ് CRR എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് ആയിട്ട് RBIയിൽ റിസർവ് ആയിട്ട് ബാങ്കുകൾ സ്റ്റോക്ക് ചെയ്യുന്ന പണം, ഇതാണ് CRR. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താന്നല്ലേ? എന്താ? അതായത് RBI ഒരു റിസർവ് അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. CRR എന്ന് വെച്ചാൽ RBIയുടെ ഒരു ക്യാഷ് റിസർവ് ആണ്. ഓക്കെ, റിസർവ് കുറക്കുക എന്ന് വെച്ചാൽ എന്താ? RBI കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ പണം വിപണിയിലോട്ട് പോകാൻ RBI അനുവദിക്കുക ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? വിപണിയിലെ ദ്രവ്യത അഥവാ ലിക്വിഡിറ്റി വർദ്ധിക്കും. ഓക്കെ, ലിക്വിഡിറ്റി വർദ്ധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഈ CRR എന്ന് പറഞ്ഞ ടേം അറിയില്ല, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ CRR കണ്ടു, എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ക്വസ്റ്റ്യൻ വിടാതെ ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ പറഞ്ഞിരിക്കുന്നത്. ഒരു റിസർവിനെ പറ്റിയില്ല. റിസർവ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം RBIയുടെ കയ്യിലുള്ള ഒരു റിസർവിനെ പറ്റിയ ചോദ്യം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായി. CRR എന്താണെന്ന് അറിയില്ല, എന്നാൽ ഒരു ക്യാഷ് റിസർവ് ആണ്. ക്യാഷ് റിസർവ് ആണ് RBIയുടെ കയ്യിലുള്ളത്. RBIയുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, RBI റിസർവായി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇതിന്റെ അളവ് കുറക്കാൻ RBI തീരുമാനിക്കുന്നു എന്ന് വിചാരിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? RBI അതിന്റെ സ്പെൻഡിങ് കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ വിപണിയിലോട്ട് ആ പൈസ കൂടുതൽ വരാനുള്ള ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ എന്ത് മനസ്സിലാക്കാം? വിപണിയിലോട്ട് കൂടുതൽ പണം വരുമ്പോൾ എന്ത് സംഭവിക്കും? ലിക്വിഡിറ്റി വർദ്ധിക്കും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയും കൂടെ നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ്, GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം, ധനക്കമ്മി എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ GDPയും വളരുന്നുണ്ട്, എന്നാൽ ഫിസിക്കൽ ഡെഫിസിറ്റും വളരുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഓപ്ഷൻ നോക്കിയേ. സർക്കാർ ചെലവ് കുറക്കുന്നു. സർക്കാർ ചെലവ് കുറക്കുകയാണോ? അല്ല. സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ ചെലവ് കുറക്കുകയാണെങ്കിൽ ധനക്കമ്മി കൂടുവോ? ഇല്ല, കുറയല്ലേ ചെയ്യണ്ടേ? അതെ, സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. ഇതാണ് ശരി ഉത്തരം. എന്ന് വെച്ചാൽ എന്താ വിപുലീകരണ ധനനയം? എക്സ്പാൻഷണറി പോളിസിയാണ്. അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക. ഗവൺമെന്റ് പുതിയ പുതിയ റോഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻസ് സാധനങ്ങൾ ഉണ്ടാക്കുക, ജോലി ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഗവൺമെന്റ് ചെലവ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടും, അതായത് നമ്മുടെ ചെലവ് വർദ്ധിക്കും, അപ്പോൾ നമ്മുടെ ധനക്കമ്മി കൂടും. അതേസമയം എന്തും സംഭവിക്കും? GDPയിലും വർധന ഉണ്ടാകും. ഗവൺമെന്റ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമല്ലേ, പ്രൊഡക്ഷൻ കൂട്ടുമല്ലേ? ഓക്കെ, അപ്പോൾ GDPയും വർധന ഉണ്ടാവും, അതേപോലെ ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റും വർദ്ധിക്കും. ഈ ഒരു അവസ്ഥയാണ് എക്സ്പാൻഷണറി പോളിസിയാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? ക്ഷേമ ആഘാതം എന്ന് വെച്ചാൽ വെൽഫെയർ ഇമ്പാക്റ്റ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട്, എന്നാൽ അതിന്റെ വെൽഫെയർ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? ആ വെൽഫെയർ ഇമ്പാക്റ്റിനെ വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ. ഓക്കെ, നാമമാത്രമായ GDP, അതായത് നോമിനൽ GDP, ദെൻ യഥാർത്ഥ GDP, റിയൽ GDP ആണ്. HDI എന്ന് വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതേപോലെ PCI എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് HDI ആണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, ഇത് HDI വരാനുള്ള കാരണം എന്താ? നിങ്ങൾ മറ്റ് ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കിയേ. അതായത് ഇപ്പൊ നോമിനൽ GDP, റിയൽ GDP, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ എന്താ? ഇതൊക്കെ നമ്മളെ എക്കണോമിക് ഔട്ട്പുട്ടിനല്ലേ നോക്കുന്നുള്ളൂ. നമ്മുടെ GDP കൂടി, റിയൽ GDP കൂടി, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, എക്കണോമിക് ഔട്ട്പുട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. നമുക്കിവിടെ വേണ്ട എന്താ? വെൽഫെയർ ഇമ്പാക്റ്റാണ് വേണ്ടത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം എന്താ? HDI ആണ്. HDI എന്ന് വെച്ചാൽ എന്താ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ, ലിറ്ററസി, ഹെൽത്ത്, വെൽബീയിങ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടാണ് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വെൽഫെയറുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന ഓപ്ഷൻ ഏതാ? HDI ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയില്ല, ആ ഭാഗം കേട്ടില്ലെങ്കിൽ എങ്ങനെ അതിലോട്ട് എത്താം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഏതാ? HDI ആണ്. ഓക്കെ, നെക്സ്റ്റ്, അസേഷൻ, നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. താഴെ തട്ടിലുള്ള ആസൂത്രണം, ബോട്ടം അപ്പ് അപ്രോച്ച്, നേരത്തെ പറഞ്ഞല്ലോ നീതി ആയോഗ് പറഞ്ഞപ്പോൾ, ശരിയാണോ? ശരിയാണ്. നീതി ആയോഗ് ബോട്ടം അപ്പ് അപ്രോച്ച് അല്ലേ? അതെ. പ്ലാനിംഗ് കമ്മീഷൻ എന്താ? ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്.
വാദം ശരിയാണ്. അതിന്റെ കാരണം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഉണ്ടോ? ഇല്ല. നീതി ആയോഗ് നമുക്ക് വിഭവങ്ങൾ അനുവദിക്കാനുള്ള അധികാരം നീതി ആയോഗിനുണ്ടോ? ഇല്ല. നീതി ആയോഗ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, തിങ്ക് ടാങ്ക് ആണ് ഗവൺമെന്റിന്റെ. ഓക്കെ, അവർ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗവൺമെന്റിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ആണ് നീതി ആയോഗിന്റെ ജോലി. അല്ലാതെ നീതി ആയോഗിന് നമ്മൾക്ക് ഫണ്ട് അനുവദിക്കാനോ വിഭവങ്ങൾ അനുവദിക്കാനോ ഉള്ള ഭരണഘടനാപരമായ അധികാരം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? എ ശരിയാണ്, എന്നാൽ അതിന്റെ റീസൺ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുറം വാങ്ങൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയിട്ടുണ്ടാവുക? നമ്മൾ പുറത്ത് നിന്ന് എന്തെങ്കിലും സോഴ്സ് ചെയ്യാന്ന് വിചാരിക്കുക. ഔട്ട്സോഴ്സിങ്, വി ആർ സോഴ്സിങ് സംതിങ് ഫ്രം ഫോറിൻ കൺട്രിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നോ നമ്മൾ സോഴ്സ് ചെയ്യാന്ന് വിചാരിക്കുക. അതുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഇതിൽ എന്താ തോന്നുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണോ, സ്വകാര്യവൽക്കരണമാണോ, ആഗോളവൽക്കരണമാണോ, ഉദാരവൽക്കരണമാണോ? ഏറ്റവും ചാൻസ് ഇതിനാ ആഗോളവൽക്കരണം. ഓക്കെ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ നമ്മുടെ എക്കണോമീനെ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ആ ടേം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാ? നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. PC മഹലനോബിസ്, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഓക്കെ, നേരത്തെ പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PC മഹലനോബിസ്. ഓക്കെ, അതും കൂടി ഇപ്പൊ നിങ്ങൾ ഓർത്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് എന്ത്? പുറംപണി കരാർ, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം ഇവയൊന്നുമല്ല. ഈ ക്വസ്റ്റ്യൻ എന്താ? ഇതന്നെ തിരിച്ചല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇവിടെയും ചോദിച്ചിരിക്കുന്നത്? അത് നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങൾ ഒന്നെന്താ? പുറംപണി കരാർ. ഓക്കെ, അഥവാ ഔട്ട്സോഴ്സിങ്. ഓക്കെ, ഔട്ട്സോഴ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ ആളുകളെ ഹയർ ചെയ്യുന്നു, ബിസിനസ് വരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, GST നിലവിൽ വന്നത് എപ്പോഴാണ്? നേരത്തെ പറഞ്ഞു, GST സംബന്ധിച്ചിടത്തോളം ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 2017, ജൂലൈ 1, 2017. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ എക്സാമിന് ഇനി നമുക്കൊരു BF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇനി ഒരു 2 ദിവസം കൂടിയേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്.